ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. എല്ലാവർക്കും ഷിഫൂസ് കിച്ചൺ ടൂറിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ നഗറ്റ്സിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പം നമുക്ക് ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് ചിക്കൻ എടുത്തിട്ടുണ്ട്. എല്ലില്ലാത്ത ചിക്കനാണ്, നന്നായി കഴുകിയെടുത്ത് ചെറിയ പീസാക്കി എടുത്തതാണ്. പിന്നെ ബ്രെഡ് എടുത്തിട്ടുണ്ട്, 5 ബ്രെഡാണ് എടുത്തിട്ടുള്ളത്, സൈഡൊക്കെ കട്ട് ചെയ്തെടുത്ത്. ബ്രെഡ് ക്രംസ് എടുത്തിട്ടുണ്ട്, പാലെടുത്തിട്ടുണ്ട്, ഉപ്പ്, പിന്നെ സോയാ സോസ്, പിന്നെ കുരുമുളക് എടുത്തിട്ടുണ്ട്, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്ത്, പിന്നെ മുളക് പൊടി, പിന്നെ ഒരു എഗ്ഗ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണെന്ന് നമ്മൾ ചിക്കൻ നഗറ്റ്സ് റെഡിയാക്കാൻ പോകുന്നത്. അപ്പോൾ ഇനി ഇതെല്ലാം നമുക്കൊന്ന് ചതച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇതെല്ലാം ഇട്ട് കൊടുക്കാം. ബ്രെഡ് ചെറുതാക്കി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. അപ്പം നമുക്ക് പെട്ടെന്ന് ചതഞ്ഞ് കിട്ടും. ഇനി നമുക്ക് നമ്മുടെ ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. നമുക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് സോയാ സോസ് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മുടെ സോയാ സോസിൽ ഉപ്പ് ഉള്ളതാണ്, അപ്പോൾ നമ്മൾ അതിനനുസരിച്ചിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം. ഇപ്പം നമ്മൾ ഇതെല്ലാം ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി കയ്യിൽ കുറച്ച് ഓയിൽ തടവിയിട്ട് നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് പരത്തിയെടുക്കാം, ഒരേ ലെവലിൽ പരത്തിയെടുക്കാം. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തെടുക്കുമ്പോൾ വലുപ്പമൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് കട്ട് ചെയ്യാം. ഇനി നമുക്ക് നമ്മുടെ എഗ്ഗിലേക്ക് പാലൊഴിച്ച് കൊടുക്കാം. കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം, കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് ഉപ്പ് കുറച്ചിട്ട് കൊടുത്താൽ മതി. ഇനി നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ഓരോന്നും എടുത്തിട്ട് എഗ്ഗിലൊന്ന് മുക്കിയെടുത്തിട്ട് ബ്രെഡ് ക്രംസിൽ നന്നായിട്ട് കോട്ട് ചെയ്തെടുക്കാം. എല്ലായിടത്തേക്കും ബ്രെഡ് ക്രംസ് എത്തുന്ന രീതിയിൽ നമുക്ക് കോട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ നമുക്ക് എല്ലാതും ചെയ്തെടുക്കാം. എഗ്ഗിലൊന്ന് മുക്കുക, ബ്രെഡ് ക്രംസിൽ നന്നായിട്ട് കോട്ട് ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് എല്ലാതും ഇതുപോലെ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ചൂടായ പാനിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പം ഇനി നമുക്ക് ഓരോന്നായിട്ട് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം നമ്മൾ ഈ സമയത്ത് തീ മീഡിയത്തിലിട്ട് കൊടുക്കണം. ബ്രെഡ് ക്രംസ് ആയതുകൊണ്ട് പെട്ടെന്ന് പുറം ഭാഗം പെട്ടെന്ന് കരിഞ്ഞ് വരും. അപ്പം നമ്മൾ തീ കമ്മിയാക്കിയിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാൻ മറക്കല്ലേ. അപ്പം നമ്മുടെ ചിക്കൻ നഗറ്റ്സ് എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് ഓരോന്നായിട്ട് ചട്ടിയിൽ നിന്ന് എടുക്കാം. അപ്പം നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ നഗറ്റ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പം ഞാൻ മയോണീസാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. നമുക്ക് ടൊമാറ്റോ കെച്ചപ്പിലേക്കും എടുക്കാം. ഇപ്പം ഞാൻ എടുത്തിട്ടുള്ളത് മയോണീസാണ്. നമുക്ക് ഏതിലേക്ക് വേണമെങ്കിലും ഇത് കഴിക്കാം. ഇനി ഒന്നും ഇല്ലെങ്കിലും നമുക്കിത് കഴിക്കാം. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഞാൻ വേറൊരു വീഡിയോസായിട്ട് വീണ്ടും വരാം. ഓക്കേ.